നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും ഓരോ രോഗിക്കും ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ട കെയർ ഡിഫറൻ്റ് ആണ്. അൽഷിമേഴ്സ് രോഗത്തിൽ പ്രധാനമായിട്ടും 3 സ്റ്റേജുകളാണുള്ളത്. ഏർലി സ്റ്റേജ്, കൺഫേംഡ് ഡയഗ്നോസ്ഡ് സ്റ്റേജ്, അഡ്വാൻസ്ഡ് സ്റ്റേജ്. ഇതിന് നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയുർവേദ വഴി സ്റ്റേജ് 1, 2, 3 ശമനം, ശോധനം, രസായനം ഇങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്യാറുള്ളത്. പലപ്പോഴും ഏർലി സ്റ്റേജിൽ വരുന്ന ഒരു രോഗി നമ്മൾ ഇന്റഗ്രേറ്റഡ് ആയുർവേദ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാതെ അത് ഫോളോ ചെയ്യാറില്ല. അതിനവർ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ആദ്യത്തെ സ്റ്റേജിൽ ഉള്ള ഒരു പേഷ്യന്റ് ഒരു 21 ദിവസത്തെ പഞ്ചകർമ്മ ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതൊരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 6 ആഴ്ചയോ 2 മാസമോ 3 മാസമോ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. ഇത് ഒരു വലിയ സോഷ്യോ എക്കണോമിക് ഡിസാസ്റ്റർ ആയിട്ട് പേഷ്യന്റിന് മാറാനുള്ള സാധ്യതയിൽ വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ആയുർവേദ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ സൈക്കോളജി കൗൺസിലിംഗ്, ഡയറ്റ്, യോഗ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായി എടുത്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റേജ് അഡ്വാൻസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതുവഴി ഒരു വലിയ ഫിനാൻഷ്യൽ ബേർഡനും ഒരു സോഷ്യോ ഇക്കണോമിക് ഡിസാസ്റ്ററും നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ സാധിക്കും.